നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറയട്ടെ, എനിക്ക് പവിത്രനോടുള്ള അടുപ്പം എന്താണെന്ന് നിനക്കറിയാം. ഞാൻ അവന്റെ പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വന്നത് എന്തിനാണെന്നും ഗീതമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. യതിക്കും ദർശനയ്ക്കും, എന്തിന് രൂപേഷിന് പോലും അതൊന്നും അറിയില്ല. പക്ഷേ യതിയോട് നീ ഈ കാണിക്കുന്ന സ്നേഹം അവന് നിന്നോടുണ്ടോന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാലോ? അത് യതി വിഷമിച്ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏട്ടത്തിയുടെ തീരുമാനത്തിന് എതിര് പറഞ്ഞതല്ല. എന്റെ ഗീതമ്മേ, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. നാട്ടിലെ കണ്ണായ സ്ഥലത്ത് ആ അർബൻ ബാങ്കിന്റെ തൊട്ടടുത്ത് നിന്റെ പേരിൽ എഴുതി തന്ന ആ 53 സെന്റ് സ്ഥലം, നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം, നീ എന്തിനാ എഴുതി കൊടുത്തത്? അത് വിശ്വേട്ടനല്ല, ഞാനാ നിന്റെ പേരിൽ എഴുതി തന്നത്. എന്നിട്ട് ഗീതമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞോ? മുത്തശ്ശി ഞാനും തമ്മിൽ അതിന്റെ പേരിൽ വഴക്കുണ്ടായി. മുത്തശ്ശി എന്നോട് പിണങ്ങിയതും കല്യാണത്തിന് വരാത്തതും എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയോ? ഇല്ലല്ലോ. വീണയ്ക്ക് കിട്ടേണ്ട സ്ഥലം നീ നിന്റെ സ്വന്തം ആങ്ങളയ്ക്ക് കൊടുത്തത് ശരിയായ തീരുമാനമായിരുന്നോ? അത് പിന്നെ യതിയ ബാങ്കിനടുത്ത് ഇപ്പൊ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സും ഫിനാൻസും ഒക്കെ തുടങ്ങാനുള്ള പ്ലാനില്ല. അടിസ്ഥാനം കെട്ടി പണിയും തുടങ്ങിക്കഴിഞ്ഞു. ഇതിനുള്ള പണം അവൻ എവിടുന്ന് കിട്ടി? വസ്തു നീ എഴുതി കൊടുത്തു. ഈ കെട്ടിടം പണിത് തീരുമ്പോ മിനിമം 2-3 കോടിയെങ്കിലും ആകും. അതുകൊണ്ട് വിശ്വം ഫിനാൻസ് അവന് നഷ്ടപ്പെട്ടതുകൊണ്ട് പരാതിയെന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? പിന്നെ മറ്റാർക്കും അല്ലല്ലോ, അവന്റെ മോനല്ലേ വിശ്വം ഫിനാൻസ് കൊടുത്തത്. അതും ഞാൻ ചെയ്തു കൊടുത്തത് നിന്റെ മോള് സുഖമായി ജീവിക്കാനാ. ആങ്ങളുടെ പേരും പറഞ്ഞ് സഹതാപം സൃഷ്ടിക്കാൻ വരണ്ട. അവന് നാട്ടിലെ ചിട്ടി കമ്പനി അത് വിശ്വ എന്ന പേരിൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോ അത് നമ്മുടെ കമ്പനിക്ക് ബ്രാഞ്ച് തുടങ്ങാനല്ലേന്ന് കരുതി. അതിനായിരിക്കും രഞ്ജിനി ഫിനാൻസ് ആൻഡ് ചിട്ടി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത്. എനിക്ക് VGCക്ക് ആസ്തി കൂട്ടാൻ ബ്രാഞ്ച് തുടങ്ങാനാണെന്നൊക്കെ നിന്നെ അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വസ്തു നീ എഴുതി കൊടുത്തത് മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞതെങ്കിലും രഞ്ജിനിയുടെ പേരിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം എന്നെ അറിയിച്ചത് ദർശനയാ. അതുകൊണ്ട് തർക്കിക്കാനൊന്നും നീ മെനക്കെടണ്ട. നിഖിൽ അത് നന്നായി നോക്കി നടത്തിയാലേ ഞാനത് അവൻ എഴുതി കൊടുക്കൂ. ആർഭാടമായി ജീവിക്കുന്ന പുതിയ തലമുറയാ നിഖിലൊക്കെ. പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ യതി നിഖിലിനോട് പറഞ്ഞു. എന്ത് വിശ്വസിച്ച് ഞാൻ പണം മുടക്കും? ദർശന ഒന്നും പറയില്ല. ഗീതമ്മയോട് അത്രയ്ക്ക് സ്നേഹം അവൾക്ക്. പക്ഷേ രൂപേഷിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവൻ കുറേശ്ശെ കുതന്ത്രങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗീതമ്മ ചെല്ല്, സമയായി. ഞാൻ നല്ല മെന്റൽ പ്രഷറില്ല. കല്യാണവും സാമ്പത്തിക പ്രശ്നവും ഒന്നുമല്ല. രൂപേഷിന്റെയും ദർശനയുടെയും പിണക്കവും അല്ല. വിശ്വേട്ടനെ എല്ലാവരുടെ മുന്നിലും അമ്പലം പോലെ പണിത് ആരാധിക്കാൻ മനസ്സുള്ളവരാ എല്ലാവരും. പക്ഷെ പഴയത് പലതും എന്നെ ഇപ്പൊ വേട്ടയാടുന്നുണ്ട്. പോകാനല്ലേ പറഞ്ഞത്?
എവിടെ? ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. എത്തിയോ? എത്തി. ഞാൻ അകത്തേക്ക് കയറുക. ആശാൻ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആവശ്യത്തിനുള്ള ബുള്ളറ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ ഇപ്പൊ കാണണ്ട. കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നോക്ക്. പാക്കലാം. എപ്പോ ഒന്ന് കുറച്ചേരായി. ജ്യൂസ് കുടിക്കാം. എന്നാ അകത്തോട്ടിരിക്കാം. ശരി, ചെന്നട. വരൂ, അകത്തേക്ക് വന്നട്ടെ.